പ്രിയപ്പെട്ട കുട്ടികളെ, HS മാത്സ് വേൾഡിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ 13ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. ചോദ്യം ഇതാണ്: ഇൻ എ റൈറ്റ് ട്രയാങ്കിൾ ഡിഫറൻസ് ബിറ്റ്വീൻ സ്മോളർ ആംഗിൾസ് ഈസ് 20 ഡിഗ്രി, ഫൈൻഡ് ദി ആംഗിൾസ് ഓഫ് ദി ട്രയാങ്കിൾ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. 9ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലമാണ്. ഒരു റൈറ്റ് ട്രയാങ്കിൾ, ആ റൈറ്റ് ട്രയാങ്കിളിൽ ഒരാംഗിൾ 90 ആണെന്ന് നമുക്കറിയാം. മറ്റ് രണ്ട് ആംഗിൾസ്, അതായത് അക്യൂട്ട് ആംഗിൾസ് ആയിരിക്കും മറ്റ് രണ്ട് ആംഗിൾസ്, 90 കുറവായിരിക്കും. അവ തമ്മിലുള്ള ഡിഫറൻസ്, വ്യത്യാസം 20 ഡിഗ്രി. എങ്കിൽ ആംഗിൾസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഒരു റൈറ്റ് ട്രയാങ്കിൾ, അതിൻ്റെ ഒരു ആംഗിൾ 90 ആണെന്ന് നമുക്കറിയാം. ആംഗിൾ ബി 90 ഡിഗ്രി. അതിൻ്റെ ആംഗിൾ എയും ആംഗിൾ സിയും കൂടി ആഡ് ചെയ്താൽ 90 എന്ന് പറയാം. അപ്പോൾ ആംഗിൾ എയും ആംഗിൾ സിയും കൂടി ആഡ് ചെയ്താൽ 90 ആയിരിക്കും. ക്ലിയർ ആണല്ലോ. അപ്പോൾ ആംഗിൾ എയും ആംഗിൾ സിയും കൂടി 90, ആംഗിൾ ബി 90 ഡിഗ്രി. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്തു, ആംഗിൾ എ ഈക്വൽ ടു എക്സ്, ലെറ്റ് ആംഗിൾ എ ഈക്വൽ ടു എക്സ് ആൻഡ് ആംഗിൾ സി ഈക്വൽ ടു വൈ. ആംഗിൾ സി വൈ നിർത്തും. അപ്പോൾ ഈ രണ്ട് ആംഗിൾ എക്സും വൈയും ആണ്. അത്ര ക്ലിയർ ആണല്ലോ. എക്സും വൈയും കൂടി ആഡ് ചെയ്ത് എത്ര കിട്ടുക? It is sum of the acute angles of a triangle. So x plus y equal to 90 degree. X plus y 90 degree, because sum of the angles of any triangle is 180 degree. One angle is already 90 degree, so sum of the other two angles is 90 degree. So x plus y equal to 90. And one more condition is given: difference between the smaller angles is 20. ചെറിയ രണ്ട് കോണുകളുടെ വ്യത്യാസം 20 ആണ്. എന്ന് പറഞ്ഞാൽ ഒരെണ്ണം എക്സും ഒരെണ്ണം വൈയും ആണെങ്കിൽ എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 20. So we have two equations: x plus y equal to 20 and x minus y is equal, x plus y equal to 90 and x minus y equal to 20. ഇത് നമുക്കൊരു കാര്യം ചെയ്യാം, ഈ രണ്ട് ഇക്വേഷൻ കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും കൂടി ആഡ് ചെയ്താൽ 90 പ്ലസ് 20. അപ്പോൾ എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും കൂടി ആഡ് ചെയ്താൽ 110 കിട്ടും. ഇവിടെ എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് മൈനസ് വൈ എന്ന് പറയുമ്പോൾ പ്ലസ് വൈയും മൈനസ് വൈയും ക്യാൻസൽ ആയി പോകും. വൈ മൈനസ് വൈ 0 ആയി പോകും. അപ്പോൾ എക്സ് പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 110 ആയി. അപ്പോൾ എക്സ് പ്ലസ് എക്സ് എന്ന് പറയുന്നത് എന്താ? 2x. 2x ഈക്വൽ ടു 110. സോ എക്സ് ഈക്വൽ ടു 110 by 2, ദാറ്റ് ഈസ് 55. സോ എക്സ് വി ഗോട്ട്, എക്സ് കിട്ടി. ഇനി വൈ കണ്ടുപിടിക്കണം. അതിനൊരു എളുപ്പമാണെന്ന് വെച്ചാൽ രണ്ട് കണ്ടുപിടിക്കാൻ കുറയ്ക്കുക. എക്സ് പ്ലസ് വൈ എന്ന് എക്സ് മൈനസ് വൈ സബ്ട്രാക്ട് ചെയ്യുക. എക്സ് പ്ലസ് വൈ മൈനസ് എക്സ് മൈനസ് വൈ. അപ്പോൾ എക്സ് പ്ലസ് വൈ 90 ആണ്, എക്സ് മൈനസ് വൈ 20 ആണ്. 90 മൈനസ് 20. അപ്പോൾ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യാം. എക്സ് പ്ലസ് വൈ മൈനസ് എക്സ് മൈനസ് ഓഫ് മൈനസ് പ്ലസ് വൈ ഈക്വൽ ടു 90 മൈനസ് 20 70. ഇവിടെ ആദ്യത്തെ പോലെ എക്സ് മൈനസ് എക്സ് 0 ആയി പോകും. ബാക്കി വൈ പ്ലസ് വൈ 2y ഈക്വൽ ടു 70. അപ്പോൾ 2y 70 ആകുമ്പോൾ y കാണാൻ 70 by 2 35. അപ്പോൾ ഏതൊക്കെ ആംഗിൾസ് കിട്ടിയേ? y ഈക്വൽ ടു 35. Therefore the angles are 35, 55 and 90. മൂന്ന് ആംഗിൾസ് 35, 55 and 90. അപ്പോൾ ഇവിടെ ഒരു എളുപ്പവഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും മനക്കണക്കായിട്ട് നമുക്ക് ചെയ്യാം. സം ഓഫ് ദി അതർ ടു ആംഗിൾ എക്സ് പ്ലസ് വൈ 90 ആണ്, എക്സ് മൈനസ് വൈ 20 ആണ്. എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും അറിയാമെങ്കിൽ അതിൽ വലിയ സംഖ്യയായി എക്സ് കാണാൻ എക്സ് പ്ലസ് വൈ എക്സ് മൈനസ് വൈ കൂടി കൂട്ടിയിട്ട് പകുതി എടുത്താൽ സം ഡിവൈഡഡ് ബൈ 2, അതായത് 90 പ്ലസ് 20 110, 110ന്റെ പകുതി 55. 90ഉം 20ഉം കൂട്ടി അതിൻ്റെ പകുതി എടുത്തു. 110ന്റെ പകുതി 55 എന്ന് പറഞ്ഞാൽ വലിയ ആംഗിളും 90ൽ നിന്ന് 20 കുറച്ചു 70 കേട്ടോ, അതിൻ്റെ പകുതി 35 ചെറിയ ആംഗിൾ. അപ്പോൾ എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും അറിയാമെങ്കിൽ രണ്ടും കൂടി ആഡ് ചെയ്ത് ഹാഫ് എടുത്താൽ എക്സ് കിട്ടും, വലിയ സംഖ്യ കിട്ടും. എക്സ് പ്ലസ് വൈ എന്ന് എക്സ് മൈനസ് വൈ സബ്ട്രാക്ട് ചെയ്തിട്ട് പകുതി എടുത്താൽ ചെറിയ സംഖ്യ വൈയും കിട്ടും. അപ്പോൾ അത് വളരെ മനക്കണക്കായിട്ട് ചെയ്യാൻ തരൂ. ഇപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യം കിട്ടിയാൽ പെട്ടെന്ന് തന്നെ മനസ്സിൽ കണക്കൂട്ടി നമുക്ക് എഴുതാൻ പറ്റും. ഇത്രയും സ്റ്റെപ്പ് എഴുതാതെ തന്നെ എഴുതാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.